ഹായ്, നാട്ടിലെ ഫുഡിൻ്റെ കൂട്ട് തന്നെ എനിക്ക് മിസ് ചെയ്തൊരു കാര്യമാണ് അമ്പലവും വിളക്ക് കത്തീരുമൊക്കെ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ അമ്പലമല്ലേ, നമ്മുടെ വീട്ടിൽ തൊട്ടപ്പുറത്തൊരു ഇല്ലമുണ്ട്. ആ വീട്ടിലാണ്. ആ വീട്ടിലിപ്പോൾ ആരുമില്ല കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ആ വീട്ടിലെ ആ അമ്പലം ഉണ്ടല്ലോ, വീടെല്ലാം ഒരു അമ്പലമായിട്ടാണ്, വീടും അമ്പലവും കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ അവിടുത്തെ മിറ്റം തൂപ്പും വിളക്ക് കത്തീരും ഒക്കെ അമ്മ ഏറ്റെടുത്ത്. അപ്പം ഞാൻ നാട്ടിലുള്ള സമയത്ത് ഞാനും മിറ്റം തൂക്കും. അങ്ങനെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നമ്മൾ മിറ്റം തൂക്കാൻ വേണ്ടി ഓടി ചെല്ലുവേ അപ്പുറത്ത് ആ അമ്പലത്തിൽ. മുറ്റം തൂത്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പോയിട്ട് വിളക്കെടുത്ത് തേക്കുവാണ്. അമ്പലത്തിനകത്തിൽ അത് തുറന്ന് നമ്മൾ അകത്തിൽ കയറിയിട്ട് പൂജ ഒന്നും ചെയ്യത്തില്ല. അതൊക്കെ അവിടുത്തെ ചേട്ടന്മാരും ഒക്കെയാണ്. വരുമ്പം അവരൊക്കെ എറണാകുളത്തും അതേ കൂട്ടൊക്കെ ദൂരമുള്ള സ്ഥലങ്ങളിലൊക്കെയാണ്. അവർക്ക് അവിടെ ജോലിയുണ്ട്. അപ്പോൾ എപ്പോഴൊന്നും വരാൻ പറ്റത്തില്ല. മാസത്തിലൊന്നോ രണ്ടോ വട്ടം വന്നാൽ അവരവിടെ പൂജയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം വിളക്ക് കത്തിക്കുന്നത് മാത്രമേ നമ്മളുള്ളൂ കേട്ടോ. വെളിയിലും കാവിലും ഒക്കെ നമ്മൾ വിളക്ക് കത്തിക്കും. പിന്നെ ഞാൻ വരുന്ന സമയത്താണെങ്കിൽ മുറ്റം തൂപ്പൊക്കെ ഞാൻ തന്നെയാണ് ഏറ്റെടുക്കുന്നത്. ചിലപ്പോൾ കണ്ടു വളർന്ന ഒരു ശീലമായതുകൊണ്ടായിരിക്കും കേട്ടോ. ഇതെല്ലാം നമുക്ക് മനസ്സിലെപ്പോഴും ഒരു ഓർമ്മയാണ്. സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഈ കാവും കുളമൊക്കെയാണ്. കാരണം ഞാനാണെങ്കിൽ ഒരു തനിനാട്ടിൻപുറത്താണ് ജനിച്ചതും വളർന്നതും എല്ലാം. അപ്പം തനിനാട്ടിൻപുറത്ത് ജനിച്ചിട്ടില്ലാത്തവർക്ക് പോലും ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസം നിന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു ഫീലാണ് വരുന്നത്. അപ്പം ഈ നാട്, അതായത് എൻ്റെ നാടും എൻ്റെ ഈ അമ്പലവും എൻ്റെ ഈ കുളവും അതൊക്കെയാണ് എനിക്ക് ഭയങ്കര ഒരു ലോകമായിട്ടൊക്കെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആൽത്തറയും ഈ ഒരു കൽവിളക്ക് ഇതൊക്കെ കണ്ട് ശീലിച്ചുകൊണ്ടായിരിക്കും. പിന്നെ ദിവസവും വൈകിട്ട് നമുക്ക് ഉള്ള ഒരു ഡെയിലി റൊട്ടീൻ എന്ന് പറയുന്നത് പോലുള്ളതാണ് നമുക്ക് ഈ വിളക്ക് കത്തീരും പൂജയും അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഒരു ദിവസം അവസാനിക്കുന്ന ഇതൊക്കെ കണ്ടിട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഈവനിങ് വിശേഷം. ടാറ്റാ, ബൈ ബൈ.